പ്രവാസികളിൽ ഭൂരിപക്ഷം പേരും അവരുടെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ്. ഇപ്പോൾ മണലാരണ്യത്തിൽ പോയി ചോര വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്നു, അവിടെ നിന്ന് കാശുകൾ സമ്പാദിക്കുന്നു, ആ കാശ് അവരുടെ സ്വന്തം കുടുംബത്തിലേക്ക് അയക്കുന്നു, ആ കുടുംബം സുഭിക്ഷമായിട്ട് കഴിയുന്നു. ഇതൊക്കെയാണ് മിക്ക പ്രവാസികളുടെയും ഒരു ഘടകം. 95% പ്രവാസികളും ആ രീതിയിലാണ്. അതായത് സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ പല പ്രവാസികളും അവരുടെ സ്വന്തം ജീവിതം മറന്നു പോകുന്നു. ഇവിടെ ഒരു കറുവ പശു, ആ പശു പാല് തരുന്നത് വരെ ആ പശുവിന്റെ ഉടമക്ക് വളരെ സന്തോഷമുണ്ടാകും. ആ പശുവിന്റെ കറവ് മുട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഉടമ ഒരു പ്രാരാബ്ധമാകും എന്നുള്ള രീതിയിൽ ഏതെങ്കിലും കശാപ്പുകാരനോ മറ്റോ കൊടുത്തിട്ട് കയ്യൊഴിയും. ഇതാണ് മിക്ക പ്രവാസികൾക്കും പിൽക്കാലത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു പ്രവാസിയുടെ കരള് അരയിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടപ്പോൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നിരവധി വർഷക്കാലത്തോളം സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രവാസ ലോകത്ത് അധ്വാനിച്ചതാണ്. അദ്ദേഹത്തിന്റെ ജീവിതം മറന്നുകൊണ്ട് ഭാര്യ, മക്കള്, അവർക്കൊക്കെ പിന്നീട് അദ്ദേഹത്തിന് ഒരു അസുഖബാധിതനായി അവിടെ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്ന് സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അവഗണനയും മറ്റും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലാണ്. അത്രക്കും മോശമായ രീതിയിലാണ് സ്വന്തം കുടുംബം പിന്നീട് അദ്ദേഹത്തോട് പെരുമാറി എന്നാണ്. ഇപ്പോൾ അദ്ദേഹം അകന്നൊരു ബന്ധുവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. മിക്ക പ്രവാസികൾക്കും പിൽക്കാലത്ത് ഇതുപോലുള്ള പല അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ മണലാരണ്യത്തിൽ നല്ല രീതിയിൽ അധ്വാനിച്ച് കാശൊക്കെ സമ്പാദിക്കുമ്പോൾ കുടുംബത്തിനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്കൊക്കെ അവർ വളരെ വേണ്ടപ്പെട്ടവരായിട്ട് മാറും. പക്ഷെ അവിടെ ജോലിയൊക്കെ കളഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിലെ കാശൊക്കെ തീർന്ന് എന്ന് വരുമ്പോഴാണ് സ്വന്തം കുടുംബത്തിന്റെ യഥാർത്ഥ മുഖം അവർ തിരിച്ചറിയുക. ഇന്ന് പല വൃദ്ധസദനത്തിലും പല പ്രവാസികളെയും കാണാൻ കഴിയും. ഈ പ്രവാസികളൊക്കെ വർഷങ്ങളോളം മണലാരണ്യത്തിൽ ജോലി ചെയ്ത് കുടുംബത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത് വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസികളോടാണ്. നിങ്ങൾ അധ്വാനിക്കുന്ന കാശിന്റെ ഒരു വീതം നിർബന്ധമായും നിങ്ങൾ അത് മാറ്റിവെക്കണം. അത് നിങ്ങളുടെ എത്ര അടുത്ത ബന്ധങ്ങളായിക്കോട്ടെ, അത് ഭാര്യയാകാം, മക്കളാവാം, അല്ലെങ്കിൽ മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ സഹോദരിമാരാകാം, അല്ലെങ്കിൽ മറ്റുള്ള ബന്ധപ്പെട്ടവരൊക്കെ ആണെങ്കിൽ തന്നെ അവർക്കൊക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിൽ മാറ്റിവെക്കാനുള്ള ഒരു വീതം നിർബന്ധമായി മാറ്റിവെക്കണം. അത് പിൽക്കാലത്ത് നിങ്ങൾക്ക് അത് ഉപകരിക്കും. കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നാട്ടിലും കുടുംബത്തിലും വിലയും നിലയും ഉണ്ടാകും എന്നതാണ്. പല പ്രവാസികൾക്കും അസുഖബാധിതനായും മറ്റുമൊക്കെ അവർക്ക് തീർത്തും വയ്യാതെ ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് കുടുംബങ്ങളിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവഗണനയും മറ്റും നേരിടേണ്ടി വരിക. എല്ലാ കുടുംബങ്ങളും അത്തരക്കാരാണ് ഞാൻ അടിച്ചാക്ഷേപിക്കുന്നതില്ല, പക്ഷെ മിക്ക സംഭവങ്ങളും അങ്ങനെയാണ് നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് ഒരിക്കൽ കൂടി വിനീതമായി അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമ്പത്തിന്റെ ഒരു വീതം നിർബന്ധമായി മാറ്റിവെക്കുക. അത് പിൽക്കാലത്ത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന തരത്തിലായിരിക്കാം. അത് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം, പിന്നീടുള്ള ജീവിതം ഒരു നല്ലൊരു ജീവിതമായിട്ട് മാറൂ. ഇത് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികൾ ഉൾക്കൊള്ളണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി അപേക്ഷിക്കാനുള്ളത്.